നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം. ആ ബാങ്ക് നിങ്ങളോട് പറയാത്തൊരു സീക്രട്ട് ട്രിക്ക് ഞാൻ പറയട്ടെ. ലോൺ ഉപയോഗിച്ചിട്ട് കുറഞ്ഞ റേറ്റിൽ പുതിയൊരു കാർ എങ്ങനെ നമുക്ക് വാങ്ങാം. ആൻഡ് അതിന് മുന്നേ ഇത്തരം ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സീക്രറ്റ്സ് നിങ്ങൾക്ക് അറിയണം താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യും. ലെറ്റ്സ് സേ നിങ്ങളൊരു 8 ലക്ഷം രൂപയുടെ കാറാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ കയ്യിൽ 8 ലക്ഷം റെഡി ക്യാഷും ഉണ്ട്. ഇവിടെ റെഡി ക്യാഷ് കൊടുക്കുന്നതിന് പകരം ഈ 8 ലക്ഷം നമ്മൾ FD ഇടും. ലെറ്റ്സ് സേ ഒരു 7% ഇൻട്രസ്റ്റിൽ 5 വർഷത്തേക്ക്. ഇനി സെപ്പറേറ്റ് ഒരു കാർ ലോൺ എടുക്കുന്നതിന് പകരം ഈ FDക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു ലോൺ എടുക്കും. FDക്ക് അഗെയിൻസ്റ്റ് ആകുമ്പോൾ നമുക്ക് കുറഞ്ഞൊരു ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കിട്ടും. ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് FDക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒരു 6% അല്ലെങ്കിൽ 7% ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മാക്സിമം ഒരു 2% കൂടിയിട്ട് നമുക്ക് ലോൺ കിട്ടും. അതായത് 7% ആണ് നിങ്ങളുടെ FD ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 9% ലോൺ കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും. 8 ലക്ഷത്തിന്റെ ലോൺ 9% ഇൻട്രസ്റ്റിൽ 5 വർഷത്തേക്ക്. നമ്മൾ ടോട്ടൽ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,93,600 കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇനി ഇതേ 8 ലക്ഷം 7% ഇൻട്രസ്റ്റിൽ 5 വർഷത്തേക്ക് FD ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 3,22,000 ആണ്. എങ്ങനെ ഡിഫറൻസ് എന്നല്ലേ? ലോണിന്റെ ഇൻട്രസ്റ്റ് എല്ലാ മാസവും കുറഞ്ഞാണ് വരിക. കാരണം നമ്മൾ അടയ്ക്കുന്നതിനനുസരിച്ച് ലോണിന്റെ എമൗണ്ട് കുറയും. ബട്ട് FDയുടെ ഇൻട്രസ്റ്റ് എല്ലാ മാസവും കൂടി വരും. കോമ്പൗണ്ടിങ് എഫക്ട്. സോ ഇവിടെ ലോൺ എടുത്തു എന്നതുകൊണ്ട് മാത്രം നമുക്ക് പ്രോഫിറ്റ് ആയി കിട്ടിയത് 1,28,000 രൂപ. കാർ വാങ്ങാൻ ചാൻസ് ഉള്ള നിങ്ങളുടെ ആ ഫ്രണ്ടില്ലേ, ആൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വഴി ആളും കുറച്ച് പൈസ സേവ് ചെയ്യട്ടെ.